എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് പറയാതെ മനസ്സിൽ ഒളിപ്പിക്കുന്നത് എന്താണ് ഇന്നറിയാവുന്നതിനെക്കുറിച്ചാണ്. ടാറോട്ട് കാർഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആണോ എന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇത് കാലാതീതമാണ്, എപ്പോൾ കണ്ടാലും ബാധകമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് മെയിൽ ID നൽകിയിട്ടുണ്ട്. അവരുടെ പേരും കോൺടാക്റ്റ് നമ്പറും മെയിൽ ചെയ്യുക. നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. പ്രൈവറ്റ് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നൽകാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ കാർഡ് ഹൈ പ്രിസ്റ്റസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് അടയാളപ്പെടുത്തുന്നത് രഹസ്യങ്ങളുടെ ഒരു വലിയ കൂട്ടത്തെ തന്നെയാണ്. ആ വ്യക്തി നിങ്ങളോട് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്, എന്നാൽ അത് അവരുടെ ആത്മീയ വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നു. അവർ ഇപ്പോൾ ഏതെങ്കിലും വ്യത്യസ്തമായ വ്യക്തിഗത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ചില അജ്ഞാതമായ കാര്യങ്ങൾ നേരിടുന്നുണ്ട്. അവർക്കത് പങ്കുവെക്കാൻ ഇഷ്ടമില്ല, അതിനാൽ അവർ നിങ്ങളോട് പറയാതെ ഒളിപ്പിച്ചു വെക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള പ്രണയാർദ്രമായ കാര്യമല്ല, ആ വ്യക്തിയുടെ ആത്മീയമായ അല്ലെങ്കിൽ വിശ്വാസപരമായ ചില കാര്യങ്ങളാണ്. ഒരുപക്ഷെ കുടുംബപരമായ കാര്യങ്ങളാണെങ്കിലും അത്ഭുതപ്പെടാനില്ല. ആ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങളെങ്ങനെ എടുക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖ ആ വ്യക്തിക്കില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ആ വ്യക്തി ആ ഒരു മടി നിങ്ങളോട് പറയുന്നതിന് കാണിക്കുന്നത്. ഏതായാലും ആ വ്യക്തി ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്. അത് ആത്മീയമായ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറേ കാലമായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതവിടെ കിടന്ന് ഒരുപാട് ചിന്തകൾ ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ കാര്യം ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമായൊരു കാര്യമല്ല, പക്ഷെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടൊരു കാര്യവുമാണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ കാർഡാണ് ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡാണ്. ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാർഡ്, അത് ഒരു വ്യക്തി ഒരു മാറ്റം കൊണ്ടുവരാനുള്ള മനസ്സുകൊണ്ട് ഇരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തതാണ്, അല്ലെങ്കിൽ അവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫലപ്രദമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് കണക്കാക്കുന്നു. അവരതിനു വേണ്ടി അതിൽ നിന്നും ദൂരമേറിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ അവർ കടന്നു പോവുകയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മറച്ചു വെച്ചേ മതിയാകൂ എന്നറിയാം. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളോട് കൃത്യമായ അവബോധം ആ വ്യക്തിക്കില്ല. അതുകൊണ്ടാണ് എല്ലാം തുറന്നു പറയാത്തത്. ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളോട് ഇപ്പോഴുള്ള ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതാണ് നല്ലതെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മറച്ചു വെക്കുന്നതിലൂടെ ആ വ്യക്തി വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രതിസന്ധിയായത് ഭവിച്ചിരിക്കുകയാണ്. മറച്ചു വെക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രശ്നമാണ്. മറച്ചു വെക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തിയിൽ കടന്നു പോകുന്നുണ്ട്. മറച്ചു വെക്കുന്ന കാര്യം ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വളരെ അധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥ സംഭവം ആ വ്യക്തി ചിന്തിക്കുന്നതിനും എതിരാണ്. കാരണം മറച്ചു വെച്ചാൽ കൂടുതൽ വഷളാകുകയാണെന്നുള്ള ചിന്ത ആ വ്യക്തിക്കില്ല. ആ വ്യക്തി വീണ്ടും നിങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ട് പോവുകയാണ്. ആ വ്യക്തി കരുതുന്നത് ഈ ഇപ്പോഴുള്ള സങ്കീർണമായ പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാനാണ് എന്ന രീതിയിലാണ് മറച്ചു വെക്കുന്നത്. പക്ഷേ ആ മറച്ചു വെക്കൽ നിങ്ങളുടെ ആ വ്യക്തിയിലുള്ള വിശ്വസ്തതയെ ബാധിക്കുന്നുണ്ട്. ബന്ധം വഷളാകാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടിയും അത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന തരത്തിൽ ആ മറച്ചു വെക്കൽ മാറുകയാണ്. ഇപ്പോൾ ആ വ്യക്തി മറച്ചു വെക്കുന്ന കാര്യം ഉടൻ തന്നെ നിങ്ങൾ അറിയും. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമമാണ് കൂടുതൽ സങ്കീർണമാകുന്നത്. അടുത്തതായിട്ട് മൂന്നാമത്തെ കാർഡായ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നാം നോക്കുന്നത്. നമുക്ക് ആ വ്യക്തി നേരിടുന്ന പ്രശ്നങ്ങളിൽ അവർ അദ്വിതീയമായ സ്വയം ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് വ്യക്തിപരമായ വളർച്ചയും ധനസമ്പത്തിനെക്കുറിച്ച് ആശങ്കകളുണ്ട്. അവർ ജീവിക്കാൻ വേണ്ടി വാങ്ങിയ സമ്പത്ത്, സുരക്ഷിതത്വം എന്നിവ നല്ല രീതിയിൽ നിലനിൽക്കുന്നു. എന്നാൽ തികച്ചും മറ്റൊരു വശം അവരുടെ ആശങ്കകൾ നിറഞ്ഞ ഹൃദയമാണെന്നാണ് പറയുന്നത്. അതായത് ഭൗതികമായി താൻ സംരക്ഷിക്കപ്പെടുന്ന ആളാണ്, തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും ആശങ്ക ആ വ്യക്തിക്കിട്ട്, പ്രത്യേകിച്ചും സാമ്പത്തികമല്ലാത്ത കാര്യങ്ങളിൽ
ആ വ്യക്തിക്ക് വലിയ രീതിയിലുള്ളൊരു ആശങ്ക മനസ്സിലുണ്ട്. ആ ആശങ്കയാണ് ആ വ്യക്തിയെ രഹസ്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ അമിതമായ ആശങ്കയാണെന്ന് പറയാം. ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്നാൽ ധനപരമായ ഒരു നഷ്ടമല്ല അവിടെ. സാമ്പത്തികമായിട്ട് തൻ്റെ ആവശ്യത്തിന് പണവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് പോലും ആ വ്യക്തിക്ക് സമാധാനം കിട്ടുന്നില്ല. നാളെ എന്ത് സംഭവിക്കും? ചില സാമ്പത്തികേതരമായ ചില സമാധാനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് ചില വീഴ്ചകൾ പറ്റിയിരിക്കുന്നു. അത് നിങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ മറച്ചു വെക്കുന്നുമുണ്ട്. അത് ആ വ്യക്തി വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ അറിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഫലം എന്നുള്ളതാണ്. അത് ആ വ്യക്തിയിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. തൻ്റെ വ്യക്തി തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന് പോലും ആ വ്യക്തി ഈ കാര്യത്തിൽ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് തുറന്ന് പറയുന്നതിനുള്ളൊരു ധൈര്യക്കുറവ് ആ വ്യക്തിയിൽ പ്രകടവുമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. പ്രൈവറ്റ് റീഡിങ്ങിന് നിങ്ങൾക്ക് സമീപിക്കാം.